എബ്രായ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ളതായ വാക്യങ്ങളിൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ് വിഷയം. 4-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ 18 വരെ, അല്ലെങ്കിൽ 2-ാം അധ്യായത്തിന്റെ ഒടുവരെയുള്ള വിഷയം. അതിനെ 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. 1-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗം 4 മുതൽ 14 വരെയുള്ള ഭാഗം യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ഉന്നതനാണ്, സുപ്പീരിയർ ആണ് എന്നുള്ളതായ ആ ഉറപ്പാണ് അവിടെ പഴയ നിയമത്തിലെ 7 ഉദ്ധരണികൾ, 7 കോട്ടുകൾ ഈ എഴുത്തുകാരൻ ഉദ്ധരിച്ചിരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രബോധനമാണ്. തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്, വഴുതിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ദൂതന്മാർ മുഖാന്തരം പറഞ്ഞ വചനം അനുസരിക്കാതിരുന്നതുകൊണ്ട് അതാത് സമയത്ത് അതനുസരിച്ച് ശിക്ഷയുണ്ടായെങ്കിൽ പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത വചനം ഒട്ടും നിരസിക്കുവാൻ പാടില്ല എന്നുള്ള വാണിംഗ് അല്ലെങ്കിൽ പ്രബോധനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയും 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കുറെ കൂടെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു മനുഷ്യവേഷം എടുത്തതുകൊണ്ട് ദൂതന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞു പോയില്ല എന്നുള്ളതാണ് ലേഖനകാരൻ ഇവിടെ സ്ഥാപിക്കുന്നത്. അതാണ് ഇന്നുള്ള നമ്മുടെ വിഷയം. അതിന്റെ തുടക്കത്തിലേക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് പ്രവേശിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. അതിന് 4 കാരണങ്ങളാണ് ഈ ലേഖനകാരൻ പറയുന്നത്. യേശുക്രിസ്തു മനുഷ്യവേഷമെടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യനായി തീർന്നത് കൊണ്ട് യേശുക്രിസ്തുവിന് എന്തെങ്കിലും ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡിക്യാപ്പ് സംഭവിച്ചിട്ടില്ല. എന്നാൽ അതിലുപരിയായി യേശുക്രിസ്തു വളരെ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദയവായി ഇവിടെ ഒരു പുതിയ പോഡിയം നമുക്കുള്ളത് നോട്ട് ചെയ്ത് കാണുന്ന ഒരു ചുരുക്കമായിരിക്കും. 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഓർപ്പിച്ചിരുന്നു, മ്യൂസിക് സ്റ്റാൻഡ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ അന്ന് അനൗൺസ് ചെയ്ത ദിവസം തന്നെ അതിന് പ്രോമിസായി 3-4 പേര് വന്നു. എന്നാൽ ആദ്യം വന്നത് ബാബുക്കുട്ടി ഡാനിയലാണ്. അദ്ദേഹമാണ് ഇതിന് വേണ്ടി സ്പോൺസർ ചെയ്തത്. വളരെ താങ്ക്സ്. ഇത് അസംബിൾ ചെയ്തത്, ഇതിന്റെ വില 189 ഉള്ളൂ, ഫ്രൈറ്റ് ചാർജ് 79, പിന്നെ അസംബിൾ ചെയ്തത് വിത്തൗട്ട് ചാർജ് സുനിൽ ജോൺ ആണ് ചെയ്തത്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിന് ചിലരെന്നോട് പറഞ്ഞത് ഇച്ചിരി വലുതായി പോയെന്ന്. നല്ലത് വാങ്ങിക്കാനുള്ള കാരണം ഇതിന് വീലുണ്ട്, ഇവിടെ വേണമെങ്കിലും ഒരുക്കിക്കൊണ്ട് പോകാം. വേറെ മോഡൽ പ്രോഗ്രാം നടക്കുന്നത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 4 കാരണങ്ങൾ യേശുക്രിസ്തു മനുഷ്യനായി തീർന്നതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനൊന്നും മാറ്റം വന്നില്ല എന്നുള്ളത് സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 5 മുതൽ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള ഭാഗം അത് കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് ചെറുതായി ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് യേശുക്രിസ്തു മനുഷ്യവേഷം എടുത്തതുകൊണ്ട് മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടതായ അധികാരങ്ങൾ, പദവികൾ എല്ലാം തിരികെ കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച തിരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. 1-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പറയുകയാണ്, മനുഷ്യനോട് പറഞ്ഞത്, നീ സകലത്തിന്മേലും അടക്കി വാഴുവാനായി, ഡൊമീനിയൻ, എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുവാനുള്ള പവറോടുകൂടി, അധികാരത്തോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ
അതെല്ലാം മനുഷ്യന് നഷ്ടമായി തീർന്നത് പാപനിമിത്തമാണ്. അല്ലായിരുന്നുവെങ്കിൽ കാറ്റിനോട്, പ്രകൃതിയോട്, വെള്ളത്തോട്, അല്ലെങ്കിൽ പക്ഷികളോട്, മത്സ്യങ്ങളോട് ഒക്കെ മനുഷ്യൻ പറഞ്ഞാൽ അത് കീഴ്പ്പെടുമായിരുന്നു, അനുസരിക്കുമായിരുന്നു. എന്നാൽ ഇതെല്ലാം നഷ്ടമാക്കി തീർത്തത് മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമായിട്ടാണ്. 8-ാം സങ്കീർത്തനമാണ് ഇവിടെ ലേഖനകാരൻ ഉദ്ധരിച്ചിരിക്കുന്നത്. 8-ാം സങ്കീർത്തനത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞ് ദാവീദ് പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞിട്ട് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച ഉള്ളവനായി സൃഷ്ടിച്ചു, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ പ്രിവിലേജസുകളെല്ലാം കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പ്രോബ്ലം ഇതാണ്, ഇവിടെ ലേഖനകാരൻ തന്നെ പറയുകയാണ്, എല്ലാം കീഴ്പ്പെട്ടിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോൾ 8-ാം വാക്യത്തിൽ എന്നാൽ ഇപ്പോൾ സകലവാന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എന്നാൽ അതിന്റെ ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, സകലം അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇതെല്ലാം കൊടുത്താണ് സൃഷ്ടിച്ചത്, അവനെ എല്ലാം അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. എന്നാൽ ഇന്നെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 9-ാം വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യവേഷം എടുത്തതുകൊണ്ട്, മനുഷ്യനെ പോലെ ആയി തീർന്നതുകൊണ്ട്, ദൂതന്മാരെക്കാൾ ഒരല്പം മാത്രം താഴ്ച വന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? മരണം അനുഭവിച്ചതുകൊണ്ട് യേശുക്രിസ്തു നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ എല്ലാം നഷ്ടമായി തീർന്ന മനുഷ്യവർഗത്തിന് വേണ്ടി മരണം അനുഭവിച്ചതുകൊണ്ട് തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നാം അവനെ കാണും. ഇത് തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ്, ഭാവി ലോകം, ദ വേൾഡ് ടു കം, അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തത് ദൂതന്മാർക്കല്ല. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നല്ല കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് എന്തെല്ലാം നഷ്ടമായി തീർന്നുവോ അതെല്ലാം യേശുക്രിസ്തു മനുഷ്യവേഷം എടുത്ത് കാൽവറിയിൽ മരിച്ചതുകൊണ്ട് മനുഷ്യന് തിരികെ തരുന്ന ഒരു ദിവസമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഭാവി ലോകത്തെ, വരുവാനുള്ള ആ ഭാവി ലോകത്തെ ദൈവം നമുക്കാണ് നൽകിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചുവല്ലോ, 9-ാം വാക്യത്തിൽ ഇവിടെ പറയുകയാണ്, നാം യേശുവിനെ കാണുന്നു, നാം അവനെ കാണുന്നു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ബട്ട് വി സീ ജീസസ്. നമുക്കെല്ലാം നഷ്ടമായെങ്കിലും നമുക്ക് നോക്കാൻ ഒരു പുരുഷനുണ്ട്, നമുക്ക് നോക്കുവാൻ ഒരാളുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തു. അവൻ എല്ലാറ്റിന്മേലും അധികാരമുള്ളവനായിട്ടാണ്. മനുഷ്യവേഷം എടുത്തവനായിട്ടായിരുന്നുവെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായിരുന്നു. കാറ്റിനോട് പറഞ്ഞാൽ അത് അനുസരിക്കുമായിരുന്നു, തിരമാലയോട് പറയുമ്പോൾ അത് അനുസരിക്കുമായിരുന്നു, മത്സ്യത്തെ കുറിച്ച് അവൻ അറിയായിരുന്നു. കടലിന്റെ വെള്ളത്തിന്റെ അടിയിൽ കിടന്ന മത്സ്യം അതിന്റെ വയറ്റിൽ എന്താണെന്ന്, അതിന്റെ വായിൽ എന്താണെന്ന് ഒക്കെ അറിയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അവന് സകലവും കീഴ്പ്പെട്ടതായിരുന്നു. ഇതേ പവറിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ഈ നഷ്ടമായതെല്ലാം യേശുക്രിസ്തു മൂലം മനുഷ്യന് ദൈവം തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം പ്രസാദം തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം യേശുക്രിസ്തു മൂലം ലഭിച്ചു. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുവാൻ തക്കവണ്ണം തീർന്ന യേശുക്രിസ്തു പറവകളുടെ മേല്, വൈൽഡ് ബീസ്റ്റിന്റെ മേല്, ഡൊമസ്റ്റിക് ആനിമലുടെ മേൽ ഒക്കെ അധികാരമുള്ളവനായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്, ഒരു പേരാണ് ഒടുവിലത്തെ ആദാം, ഒടുക്കത്തെ ആദാം. ഒടുക്കത്തെ ആദാം, ദ ലാസ്റ്റ് ആദം എഴുതിയിരിക്കുന്നത് ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പോൾ ഈ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട്, ആ 1-ാം ആദാം പാപം ചെയ്തുകൊണ്ട് മരണമുണ്ടായി. എന്നാൽ ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു കൊണ്ട്
യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്ന നന്മകൾ അനവധിയാണ്. ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫേസ്യലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, എഫേസ്യർ 1:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും മനുഷ്യവേഷമെടുത്ത യേശുക്രിസ്തു അവൻ മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഫലമായി ഇവിടെ എഫേസ്യലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളവരും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വം അവന്റെ കാൽക്കീഴാക്കി വെച്ചു. അപ്പോൾ സകലവും അവന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം ദൈവം സകലത്തിന്മേലും അധികാരമുള്ളവനാക്കി ആ യേശു ക്രിസ്തുവിനെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. എല്ലാറ്റിലും എല്ലാം നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ കടത്തി പറഞ്ഞാൽ സകലവും നഷ്ടപ്പെട്ട നമുക്കെല്ലാം തിരികെ തരാൻ വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന്റെ ഫലമായി എല്ലാ അധികാരങ്ങളും പ്രാപിച്ച് നമുക്ക് വേണ്ടിയായി തീർന്നിരിക്കുന്നു. ഇന്ന് നാം ബലഹീനരാണ്, നമുക്ക് അധികാരം എല്ലാറ്റിന്മേലും ഇല്ല, നാം പരിമിതി ഉള്ളവരാണ്. എന്നാൽ പരിമിതികൾക്ക് അതീതനായി യേശു ക്രിസ്തു ജീവിക്കുന്നു. അവനെയാണ് നമുക്ക് നോക്കുവാനുള്ളത്. ഇവിടെ എബ്രായലേഖനകാരൻ പറയുകയാണ്, അവൻ സകലവും അവന് കീഴാക്കി, ഇതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോൾ ഒന്നാമത്തെ വിഷയം, യേശു ക്രിസ്തു മനുഷ്യവേഷമെടുത്തതിന്റെ ഫലമായി നമുക്ക് നഷ്ടപ്പെട്ടതായ എല്ലാ മഹത്വവും ബഹുമാനവും നമുക്ക് യേശു ക്രിസ്തു മൂലം ലഭിക്കുവാൻ തക്കുന്ന ഇടയായി തീർന്നു. 9-ാം വാക്യത്തിൽ ഇവിടെ പറയാണ്, എങ്കിലും ദൈവ കൃപയാ. അതാണ് അതിന്റെ ബിക്കോസ് ഓഫ് ഗ്രേസ്, അതാണ് അതിന്റെ പ്രത്യേകത. ദൂതന്മാർക്ക് നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവകൃപയാ, ദൈവം തന്നെ മനുഷ്യവേഷമെടുത്തു നമുക്ക് വേണ്ടി വന്ന് അവൻ നമുക്ക് വേണ്ടി നാം നഷ്ടപ്പെടുത്തിയതെല്ലാം വീണ്ടെടുക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അപ്പോൾ ഒന്നാമത്തെ വിഷയം, യേശുക്രിസ്തു മനുഷ്യവേഷം എടുത്തതുകൊണ്ട്, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നതുകൊണ്ട് നമുക്ക് നഷ്ടമായി തീർന്ന ഡൊമീനിയൻ, അധികാരങ്ങൾ, പദവികൾ എല്ലാം യേശുക്രിസ്തു വീണ്ടെടുക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഇനി അടുത്ത വിഷയം 10 മുതൽ 13 വരെയുള്ള വിഷയമാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വിഷയങ്ങൾ അതൊന്ന് വായിക്കാം. ഇവിടെ പറയുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. പിതാവ്, മക്കൾ, സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അവന്റെ ഹ്യൂമാനിറ്റി നിമിത്തം, മനുഷ്യനായി തീർന്ന നിമിത്തം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കണിടയായി തീർന്നു. അതാണ് അവിടുത്തെ വിഷയം. യേശുക്രിസ്തു മനുഷ്യനായി തീർന്നത് കൊണ്ട് യേശുക്രിസ്തുവിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതുകൊണ്ടുള്ള ഗുണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, യേശുക്രിസ്തു മനുഷ്യനായി തീർന്നതുകൊണ്ട് മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സും ബഹുമാനവും എല്ലാം തിരികെ കിട്ടിയിരിക്കുന്നു. ഉള്ളിത്തേങ്ങ ആ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുക. ഇപ്പൊ നമുക്കത് ഇല്ല, നമുക്കത് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് അനുഭവിക്കാൻ കഴിയും.
വേൾഡ് ടു കം, ഒരു ഭാവി ലോകമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിലക്കരുതി ഒന്ന് ഓർത്ത് നാം വിഷമിക്കേണ്ട കാര്യമില്ല. വെരി സൂൺ നമുക്ക് ഇതെല്ലാം തിരികെ കിട്ടാൻ പോവുകയാണ്, യേശുക്രിസ്തു മനുഷ്യനായി തീർന്നതുകൊണ്ട്. രണ്ടാമത്തെ വിഷയം പൗലോസ് ലേഖനകാരൻ എബ്രായ ലേഖനകാരൻ പറയുകയാണ്, യേശുക്രിസ്തു മനുഷ്യനായി തീർന്നതുകൊണ്ട് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശുക്രിസ്തു മുമ്പേ നാം ചിന്തിച്ച ഭാഗത്ത് ഞാൻ ഉദ്ധരിച്ചുവല്ലോ, ഒടുവിലത്തെ ആദാം, ഒടുക്കത്തെ ആദാം എന്നുള്ള പദപ്രയോഗമുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട്, രക്ഷാനായകൻ, ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. രക്ഷാനായകൻ എന്നുള്ള പേര്. രക്ഷാനായകൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ആ അധികാരം മാത്രമല്ല, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പൈനിയറായി, ആരും പോകാത്തിടത്ത് മുന്നമേ പോയി വഴി ഒരുക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ തേജസ്സിലേക്ക് നമ്മെ നടത്തേണ്ടതിന് വേണ്ടി നമുക്ക് ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനായിരുന്നു, രക്ഷാനായകനായിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്കറിയാമല്ലോ പറയുകയാണ്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. യേശുക്രിസ്തുവിന് സ്വർഗത്തിൽ ഉണ്ടായിരുന്ന തേജസ് എത്രമാത്രം വലിയതായിരുന്നു. യോഹന്നാൻ പറയുകയാണ്, ഉളവായതെല്ലാം അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായതുമില്ല. ആ സകലവും സൃഷ്ടിച്ചവൻ ദൈവത്തിന്റെ മഹത്വമായിരുന്നവൻ ആ തേജസ് എല്ലാം വിട്ടിട്ടാണ്, കാത്തുവെച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവേഷം എടുത്തത്. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, രക്ഷാവേല നിവർത്തിച്ചതുകൊണ്ട്, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ആ തേജസ് എല്ലാം യേശുക്രിസ്തു മാറ്റിവെച്ച തേജസ് എല്ലാം യേശുക്രിസ്തുവിന് ഇന്ന് ലഭിച്ചിരിക്കുന്നു. ഇവിടെ വായിച്ച ഭാഗത്തിന്റെ ചുരുക്കം അതാണ്. സകലത്തിലും ലാക്കും കാരണബോധനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തെ ഞാൻ നിന്നെ സ്തുതിക്കുമെന്ന് ഞാൻ അവനിൽ ആശ്രയിക്കുന്നെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുണ്ട്. അതിവിടെ നമ്മുടെ ഈ ക്ലാസ്സിന് തന്നെ പല പ്രാവശ്യവും നാം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പലയിടത്ത് പറയുന്നുണ്ട്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, എന്റെ മഹത്വം. 17-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അവിടെ അവരെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും ഉദ്ദേശിച്ചാണ്. രക്ഷിക്കപ്പെടുന്ന എല്ലാ ദൈവമക്കളും അതിനകത്ത് ഉൾപ്പെടും. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യേശുക്രിസ്തുവിന് തിരികെ കിട്ടിയ മഹത്വമെല്ലാം നമ്മളും അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവൻ നമ്മെ ആ തേജസ്സിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മെ പോലെ ആയിത്തീരുവാൻ തക്ക ഇടയായി തീർന്നത്. 12-ാം വാക്യത്തിൽ അതാണ് നാം വായിക്കുന്നത്, ഞാൻ എന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. 22-ാം സങ്കീർത്തനത്തിലെ ഉദ്ധരണിയാണിത്. 22-ാം സങ്കീർത്തനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മശിഹൈക സങ്കീർത്തനമാണ്. ഇവിടെ പറയുന്നു സഹോദരന്മാരെന്ന് വിളിക്കുന്ന ആരെയാണ്? നമ്മെ ഓരോരുത്തരെയുമാണ്. ജാതികളായിരുന്ന അന്യരായിരുന്ന നമ്മെ, അല്ലെങ്കിൽ അവന്റെ സഭയെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പുത്രന് പ്രസാദം തോന്നി. ഇത് വലിയ കൃപയാണ്. അവിടെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഞാനും നീ എനിക്ക് തന്നിട്ടുള്ള മക്കളും എന്നുള്ള ഉദ്ധരണി യെശയ്യാവിന്റെ പുസ്തകത്തിലെയാണ്. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് സെപ്റ്റുവജിന്റ് ഭാഷാന്തരമാണ് ഇവിടെ ഈ ലേഖനകാരൻ കോട്ട് ചെയ്യുന്നത്. അതിൽ യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രത്യക്ഷമായി അത് യെശയ്യാവിന്റെ മക്കളെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.
എന്നാൽ അതിന്റെ അൾട്ടിമേറ്റ് പ്രവചനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ എനിക്ക് തന്നിട്ടുള്ള മക്കളും എന്ന് അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമായി എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് അവന്റെ മനുഷ്യാവതാരം, യേശുക്രിസ്തുവിന്റെ ക്രൂസിഫിക്കേഷൻ, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം ഒന്നിച്ചു പോകുന്ന വിഷയമാണ്. ഇതെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവന്റെ മഹത്വം നാം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 10-ാം വാക്യത്തിലെ ഒരു പദപ്രയോഗമുണ്ട്. അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുക. തികഞ്ഞവനാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കർത്താവ് തികഞ്ഞവനല്ലായിരുന്നു, ഇൻപെർഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. പലരും ചോദിക്കാറുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിനെ അഡിക്വേറ്റായി അല്ലെങ്കിൽ എഫക്റ്റീവായി തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയം യേശുക്രിസ്തു ഇന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നു. ഇബ്രാഹിം ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്, അവൻ സാധാരണ മഹാപുരോഹിതനെ പോലെ അല്ല, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തതുകൊണ്ട്, മക്കളെ പോലെ ആയി തീർന്നതുകൊണ്ട്, സഹോദരങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മെ പോലെ ആയി തീർന്നതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതനാണ് എന്നുള്ളതാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തതുകൊണ്ട് മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സും മഹിമയും യേശുക്രിസ്തുവും ക്രൂശിൽ മരിച്ചത് നിമിത്തമായി നമുക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. അത് പ്രാപിക്കുന്ന ഒരു ദിവസത്തിനായി നാം കാത്തിരിക്കുന്നു. രണ്ടാമതായി, നാം എല്ലാവരും അവന്റെ മക്കളായതുകൊണ്ട് നമ്മെ പോലെ അവൻ കഷ്ടം അനുഭവിക്കാൻ ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം കാരണമായി തീർന്നു. ഇനി മൂന്നാമത് പറയുന്ന വിഷയം, യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തതുകൊണ്ട് പിശാചിന്റേതായ ശക്തിയെ ജയിക്കുവാൻ, ശക്തിയെ തകർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ളതാണ്. 14, 15, 16 വാക്യങ്ങളൊന്ന് വായിക്കാൻ. ഇബ്രാഹിം ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സംരക്ഷണ ചെയ്യുവാനത്രേ അവർ. ദൂതന്മാർക്ക് മരിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ യേശുക്രിസ്തു വന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനാണ്. അതാണ് 16-ാം വാക്യത്തിൽ നാം വായിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. അങ്ങനെ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനെ പോലെ തന്നെ ആയിത്തീർന്ന ദൈവപുത്രനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. മനുഷ്യനുള്ളതുപോലെ ജഡവും ഫ്ലഷും ബ്ലഡും ഉള്ള ആളായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. അവൻ അവിടെ എഴുതിയിരിക്കുന്നു, മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിക്കുവാൻ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. പിശാചിനെ ഡിസാം ചെയ്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണ നിമിത്തമായി സംഭവിച്ചത് എന്താണ്? യേശുക്രിസ്തുവിന്റെ മരണ നിമിത്തമായി പിശാചിനെ ഇന്നോപ്പറേറ്റീവ് ആക്കിയിരിക്കുന്നു. പിശാചിനെ പ്രവർത്തിക്കാനായിട്ട് കഴിയാത്ത രീതിയിൽ, കഴിവില്ലാത്ത അവസ്ഥയിലാക്കി തീർത്തിരിക്കുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മരണം, ജീവിതം, ഇതൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലാണ് നമുക്കറിയാം. ചില വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 39-ാമത്തെ വാക്യം. ആവർത്തനം 32-ന്റെ 39. ദൈവത്തെ കുറിച്ച് തന്നെ പറയുകയാണ്. ദൈവം എന്തൊക്കെ ചെയ്യുന്നു എന്ന് വായിച്ചാൽ, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല. അപ്പോൾ മരണം, ജീവൻ, ഇതൊക്കെ ആരുടെ കയ്യിലിരിക്കുന്ന? ഇത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണ്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുള്ളൂ. ദൈവമാണ് അതിന്റെ ഫൈനൽ അതോറിറ്റി ഓഫ് ഡെത്ത് എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 10-ാം അധ്യായം
28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും. ദേഹിയെയും ദേഹത്തെയും നശിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇതാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. മരണത്തിന്മേൽ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. എന്നാൽ ദൈവം അനുവദിച്ചാൽ മാത്രമേ ആരുടെയെങ്കിലും ജീവിതത്തിന്മേൽ സാത്താന് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം, 2-ാം അധ്യായം 6-ാം വാക്യം ഇവിടൊക്കെ പറയുന്നത്, അവന്റെ മേൽ നീ തൊടരുത്, അവനുള്ള സകലത്തെയും തൊടുക, എന്നാൽ അവന്റെ പ്രാണനെ മാത്രം നീ തൊടരുത്. ഇയ്യോബിന്റെ പ്രാണനെ തൊടുവാൻ പിശാചിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും കഴിയില്ലായിരുന്നു. കാരണം ജീവന്റെ മേൽ ഫൈനൽ അതോറിറ്റി യേശുക്രിസ്തുവിനായതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും മരണത്തെ കുറിച്ച് ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സാത്താൻ എത്ര അറ്റാക്ക് ചെയ്താലും ദൈവം അനുവദിക്കാതെ ഒരു കുഞ്ഞിനെയും മരിപ്പിക്കുവാൻ പിശാചിന് കഴിയുകയില്ല. അങ്ങനെ ദൈവം ആണ് മരണത്തിന്മേലും എല്ലാറ്റിന്മേലും അധികാരമുള്ളത്. എന്നാൽ മരണത്തിന്റെ അധികാരിയായി പിശാചെന്ന് പറയാനുള്ള കാരണം എന്താ? മരണം എങ്ങനെ സംഭവിച്ചു? നമുക്കറിയാം. മരണം സംഭവിച്ചത് പാപനിമിത്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയാണ്, പിശാചിനെ കുറിച്ച് പറയുന്നു, അവൻ കുലപാതകനാണ്, അവൻ പാപം അവൻ നിമിത്തമാണ്, ഓതർ ഓഫ് സിൻ അവൻ നിമിത്തമാണ് വന്നത്, പാപനിമിത്തമാണ് മരണം വന്നതെന്ന് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പിശാചിന് ചെയ്യുവാൻ സാധിക്കുന്നത് മരണത്തിന്റെ ഭയം മനുഷ്യന് കൊടുക്കുവാനായി സാധിക്കും. ആ ടെറിബിൾ ഫിയർ, മരണത്തെ കുറിച്ചുള്ള ഭയങ്കരമായ ഭയം മനുഷ്യന് കൊടുത്ത് അങ്ങനെ ആ മരണഭീതി ഉണ്ടാക്കുവാൻ മാത്രമേ പിശാചിന് കഴിയുള്ളൂ. എന്നാൽ ആ മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടുവിക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്നാണ് കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നത്. പിശാച് ചെയ്യുന്നതെല്ലാം ഇങ്ങനെയാണ്. പിശാച് ഇരുട്ടാക്കുകയാണ്. കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഡെത്ത് എന്നാണ് പിശാചിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്നത്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുകയാണ്, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണത്തെ ജയിച്ചത് യേശുക്രിസ്തു മൂലമാണ്. നമുക്ക് മരണത്തെ കുറിച്ച് ഭയമില്ലാതിരിക്കുന്നത്, ഭയം ഉണ്ടെങ്കിലും ഭയമില്ലെന്നൊക്കെ നമ്മൾ പറയുകയും പാടുകയും ചെയ്യുന്നതിനൊക്കെ കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരണത്തെ ജയിച്ചതുകൊണ്ടാണ്. നമുക്ക് വേണ്ടി യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിയെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ട അവകാശങ്ങളും തേജസ്സും മനുഷ്യൻ തന്നു എന്ന് തിരികെ പിടിച്ചു എന്ന് മാത്രമല്ല, യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തതുകൊണ്ട് നമ്മുടെ ശത്രുവായ പിശാചിനെ യേശുക്രിസ്തു ജയിക്കുവാൻ, മരണത്തെ ജയിക്കുവാൻ എന്നൊക്കെ ഇടയായി തീർന്നു. ദൂതന്മാർ, പാപം ചെയ്ത ദൂതന്മാരെ കുറിച്ച് വായിക്കുന്നു പത്രോസിന്റെ ലേഖനത്തിൽ 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൂതന്മാർക്ക് വേണ്ടി യേശു വന്നില്ല, മനുഷ്യന് വേണ്ടി മാത്രമാണ് വന്നത്. ദൂതന്മാർക്ക് രക്ഷയുടെ മാർഗം ദൈവം ഒരുക്കി കൊടുത്തില്ല. എന്നാൽ മനുഷ്യവർഗത്തിന് വേണ്ടി മാത്രമാണ് യേശുക്രിസ്തു വരുവാൻ കൊണ്ടിടയായി തീർന്നത്. ദൂതന്മാരെ രക്ഷിക്കാനാണെങ്കിൽ ഒരു ദൂതനെ പോലെ അവതരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ദൈവകൃപ എത്ര ഭയങ്കരമേറിയതാണ്. തന്നെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ എബ്രായ ലേഖനത്തിൽ എഴുതുകയാണ്, അവൻ അബ്രഹാമിന്റെ സന്തതിയായി വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനും ചില പ്രത്യേകതകളുണ്ട്. യഹൂദനായി അവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവന്റെ മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്ര അവൻ വന്നത്. മനുഷ്യനായി എവിടെയെങ്കിലും ജനിക്കുക മാത്രമല്ല, അന്നും ഇന്നും ലോകം മുഴുവൻ വെറുക്കുന്ന ഒരു ജാതി, ഹെയ്റ്റ് ചെയ്യുന്ന ഒരു ജാതി, ഇഷ്ടപ്പെടാത്ത ഒരു ജാതി യഹൂദനാണ്.
ആ ജാതിയായിട്ട് തന്നെയാണ് യേശുക്രിസ്തു ജനിച്ചത്. അബ്രഹാമിന്റെ സന്തതിയായിട്ടാണ്. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് നേടുവാൻ വേണ്ടി അബ്രഹാമിന്റെ സന്തതിയായി ദൈവപുത്രൻ ജനിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഒന്ന്, അവൻ മനുഷ്യനായി തീർന്നതുകൊണ്ട് മനുഷ്യൻ നഷ്ടപ്പെട്ട തേജസ്സും ബഹുമാനവും അവന് തിരികെ കിട്ടി. രണ്ട്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുവാൻ അവൻ രക്ഷാ നായകനായി തീരുവാൻ ഇടയായി തീർന്നു. മൂന്നാമതായി, മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കുവാൻ ഇടയായി തീർന്നു. ഇനി ഇവിടെ നാലാമത്തെ കാര്യമാണ് 17-18 വാക്യങ്ങൾ. എബ്രായർ 2:17-18. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. അവൻ മനുഷ്യാവതാരം എടുത്തത് കൊണ്ട് സഹതാപം തോന്നുന്ന, മനുഷ്യനോട് സഹതാപം തോന്നുന്ന, സിമ്പതറ്റിക് ആയിട്ടുള്ള ഒരു ഹൈ പ്രീസ്റ്റ് ആയി യേശുക്രിസ്തു തീരുവാൻ ഇടയായി തീർന്നു. ഇവിടെ നാം ഓർത്തിരിക്കേണ്ടത്, അവൻ നമ്മെ ദൂതന്മാർക്ക് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കാരണം സ്പിരിച്വൽ ബീയിങ് ആയിട്ടാണ് അവരിപ്പോഴും ആയിരിക്കുന്നത്. അവരാരും മനുഷ്യന്റെ നീഡ് എന്താണെന്നോ മനുഷ്യന്റെ വേദന എന്താണെന്നോ മനുഷ്യന്റെ സങ്കടം എന്താണെന്നോ അറിയുവാൻ ദൂതന്മാർക്ക് കഴിയുകയില്ല. കാരണം ദൂതന്മാർ ഒരിക്കലും മനുഷ്യന്റെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയിട്ടില്ല. എന്നാൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി ലോകത്തിൽ വന്നതുകൊണ്ട് അവൻ എന്താണ് വേദന, എന്താണ് കഷ്ടപ്പാടെന്ന് അറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ ഒരു സാധാരണ ഒരു കുഞ്ഞിന് ലഭിക്കാത്ത ഒരു ഹെൽപ്ലെസ് ബേബി ആയിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്. അതുപോലെ വളർന്നു വരുമ്പോൾ ഒരു കുഞ്ഞിന് എന്തെല്ലാം ഉണ്ടാകാമോ അതെല്ലാം യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അനുഭവിച്ചു. അഡോൾസന്റ്, പ്രായപൂർത്തിയായി യൗവനത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ടീനേജർ ആയിരിക്കുന്ന ഒരു ആളിന്റെ വിഷമം എന്താണെന്ന് യേശുക്രിസ്തുവിന് അറിയാം. അവൻ അതിലൂടെ കടന്നു പോയതുകൊണ്ട് അവൻ ആ അനുഭവത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അവൻ ദുഃഖമുള്ളവനായിരുന്നു, അവൻ ക്ഷീണിച്ചവനായിരുന്നു, ദാഹമുള്ളവനായിരുന്നു, വിശപ്പുള്ളവനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇതൊക്കെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശപ്പ് എന്താണ്, വേദന എന്താണ്, ദാഹം എന്താണ് എന്നെല്ലാം അറിയുന്ന ഒരു ദൈവപുത്രനാണ് നമുക്ക് വേണ്ടി ഉള്ളത്. അവൻ ഡിസ്പൈസ്ഡ്, മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടവരായി, മനുഷ്യരാൽ തള്ളപ്പെട്ടവരായി, റിജക്റ്റഡായി, അവരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ന്യായരഹിതമായി അല്ലെങ്കിൽ അന്യായമായി ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തവനാണെങ്കിലും അവനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതെല്ലാം അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. അവനറിയാതല്ല ഫിസിക്കൽ സഫറിങ് ആൻഡ് ഡെത്ത്, ഇതെല്ലാം അവന്റെ ഹൈ പ്രീസ്റ്റിന് വേണ്ടിയുള്ള ഒരു പാർട്ട് ഓഫ് ഹിസ് ട്രെയിനിങ് ആയിരുന്നു. നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുവാൻ തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനുഷ്യന്റെ ദുഃഖം എന്താണെന്ന് മനുഷ്യന് തന്നെ പലപ്പോഴും അറിയത്തില്ല. പഴയ നിയമത്തിലെ മഹാപുരോഹിതനായ ഏലിയെ കുറിച്ച് നാം വായിക്കുന്നു. ഏലിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. മനോദുഃഖത്തോടുകൂടി ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവളുടെ വിഷമം ഗ്രഹിക്കുവാൻ പ്രഥമ ദൃഷ്ടിയ ഏലി പുരോഹിതന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ അങ്ങനെയുള്ളവനല്ല. നമ്മുടെ സങ്കടങ്ങൾ അറിയാം. നമുക്ക് അറിയുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ ചിരിച്ചെന്നിരിക്കും, അവർക്ക് നമ്മുടെ ഒരു ബലഹീനതയായി തോന്നിയെന്നിരിക്കും. എന്നാൽ നമ്മെ അറിയുന്ന ഒരു നല്ല മഹാപുരോഹിതൻ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം തോന്നുന്നവനാണ്. 2 പദങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ മേഴ്സിഫുൾ ആണ്, ഫെയ്ത്ത്ഫുൾ ആണ്. അവൻ കരുണയുള്ളവനാണ്, അവൻ വിശ്വസ്തനുമാണ്. വിശ്വസ്ത മഹാപുരോഹിതൻ, കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും. കരുണ എന്ന് പറയുമ്പോൾ അത് ടുവേഴ്സ് മാൻ ആണ്, മനുഷ്യനോടുള്ള ബന്ധത്തിൽ. അവൻ വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. അവൻ നാം പാപം ചെയ്യാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പറയുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ഒരു നല്ല മഹാപുരോഹിതനുണ്ട്. എന്നാൽ നാം പാപം ചെയ്താൽ നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥനുണ്ട്. അവൻ ഹൈ പ്രീസ്റ്റ്, അഡ്വക്കേറ്റ്, ഈ 2 പദങ്ങളാണ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണുവാനായിട്ടുള്ളത്. അവൻ നാം പാപം ചെയ്യാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ സഹായിക്കുന്ന മഹാപുരോഹിതനാണ്.
നാം കോൺകർ ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കുന്നതാണ്. 2:18 വാക്യത്തിൽ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. സഹായിക്കുവാൻ എന്നുള്ള മലയാള പദമാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വേറെ ട്രാൻസ്ലേഷനിലെല്ലാം വിവിധ പദങ്ങളാണ്. For since he himself was tempted in what which we has suffered, he is able to come to the aid of those who are tempted. അതാണ് അതിന്റെ കുറച്ച് ശരിയായിട്ടുള്ള മീനിങ്. കം ടു ദ എയ്ഡ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ ശരിയായ മീനിങ് കരഞ്ഞു നിലവിളിക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുക്കൽ ഓടിച്ചെന്ന് അതിന് എയ്ഡ് കൊടുക്കുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോൾ, നാം ടെംപ്റ്റഡ് ആകുമ്പോൾ, ആ ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് മഹാപുരോഹിതനായി അവൻ നമ്മെ രക്ഷിക്കുന്നു മാത്രമല്ല, അഡ്വക്കേറ്റായി നമ്മെ സൂക്ഷിക്കുന്നു. അവന്റെ കൃപ പാപം ചെയ്യാതെ വണ്ണം നമ്മെ അതിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു. എന്നാൽ അവൻ അഡ്വക്കേറ്റായി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം ഇതുവരെ ആയിരിക്കുന്നത്. നമുക്ക് എത്രയോ പ്രാവശ്യം ദൈവത്തിൽ നാം അകന്നു പോയപ്പോൾ നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ നിമിത്തം എന്തെല്ലാം കഠിനമായ ശിക്ഷ നമുക്ക് ഏൽക്കാമായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റായി ദൈവപുത്രൻ നിന്നതുകൊണ്ടാണ് നാം ആയിരിക്കുന്നത്. 1 യോഹന്നാൻ 1:5 വാക്യം മുതൽ 2:2 വാക്യം വരെ നമുക്കത് വായിച്ചാൽ മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. എബ്രായ ലേഖനത്തിൽ ഇനി നാം മുന്നോട്ട് വായിച്ചു വരുമ്പോൾ 7-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. അവൻ സദാ ജീവിക്കുന്നവനാണ്, അവൻ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. ഇവിടെ നാം പഠിച്ച ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അവൻ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കുവാനായി ദൈവത്തിന്റെ പുത്രൻ വന്നപ്പോൾ അവൻ നമ്മെ സഹോദരി എന്ന് നമ്മെ അഡ്രസ് ചെയ്യുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം നമ്മോട് എത്ര കരുണ കാണിച്ചിരിക്കുന്നു. ഇത് മഹാകൃപയാണ്. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അതിന്റെ കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ, 2-ന്റെ ഒടുവരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചത്. അതിന് 3 സെക്ഷനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവൻ എത്ര ശ്രേഷ്ഠനാണെന്നുള്ളത് 1-ാം അധ്യായത്തിലെ ബാക്കി 14 വരെയുള്ള വാക്യങ്ങളിൽ. പഴയ നിയമത്തിലെ 7 ഉദ്ധരണികൾ പറഞ്ഞിട്ട് അത് പ്രസ്താവിച്ചിരിക്കുന്നു. പ്രബോധനമായി 2-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളെ നാം ഒട്ടും നിരാകരിക്കുവാൻ പാടില്ല, ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ദൂതന്മാർ മുഖാന്തരം പറഞ്ഞതിന് കഠിനമായ ശിക്ഷയുണ്ടായെങ്കിൽ പുത്രൻ മുഖാന്തരം പറഞ്ഞത് നാം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്നുള്ളതാണ് 2-ാമത്തെ വിഷയം. 3-ാമത്തെ വിഷയം, യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തതുകൊണ്ട് അവൻ എന്തെങ്കിലും താഴ്ച സംഭവിച്ചിട്ടില്ല, ഇൻഫീരിയോറിറ്റി വന്നിട്ടില്ല, അവൻ എന്തെങ്കിലും ഹാൻഡിക്യാപ്പ് സംഭവിച്ചിട്ടില്ല. അത് വിശദീകരിക്കുകയാണ് ഈ ലേഖനകാരൻ. 1-ാമതായി പറയുകയാണ്, അവൻ അങ്ങനെ സംഭവിച്ചതുകൊണ്ട്, മനുഷ്യനായി തീർന്നതുകൊണ്ട് നഷ്ടപ്പെട്ട അവകാശങ്ങൾ, തേജസ്, മഹിമ നമുക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. 2-ാമതായി അവൻ നമ്മെ പോലെ മനുഷ്യാവതാരം എടുത്തതുകൊണ്ട് രക്ഷാനായകനായി തീർന്നിരിക്കുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കൊണ്ടിടയായി തീർന്നു. 3-ാമതായി പറയുകയാണ്, അവൻ മനുഷ്യാവതാരം എടുത്തതുകൊണ്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ അവൻ വിടുവിച്ചിരിക്കുന്നു. 4-ാമതായി പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുവാൻ തക്കവണ്ണം ഒരു സിമ്പതറ്റിക് ഹൈ പ്രീസ്റ്റ് ആയി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ഇന്ന് പൽക്കാലം ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ഹൃദയം അവരെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് നിറയേണ്ടത് ആവശ്യമാണ്. നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ഈ വചനങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം.